മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. അല്ല, ഈ ഇടതുപക്ഷത്തിന് ഇതുവരെ പഠിക്കാൻ സാധിച്ചിട്ടില്ലേ? അല്ല, ഇവരെന്താ കരുതുന്നത്? ഈ 2026 തിരുവനന്തപുരം കോർപ്പറേഷൻ ഒക്കെ അങ്ങ് ആക്രമണം നടത്തി, കലാപം നടത്തി, കയ്യൂക്ക് കാണിച്ചൊക്കെ അങ്ങ് പിടിച്ചെടുക്കാമെന്നോ? ഇവരൊക്കെ എന്താണ് വിഡ്ഢികളുടെ സ്വർഗലോകത്തിലാണോ ഇപ്പോഴും ഇവരൊക്കെ ജീവിച്ച് മുന്നോട്ട് പോകുന്നത്? അല്ല, കോൺഗ്രസുകാരെ വരച്ച വരയിൽ നിർത്തുന്നത് പോലെ CPM-ന് BJP-യെ വരച്ച വരയിൽ നിർത്താൻ സാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? അവരൊക്കെ എന്ത് മൂഢന്മാരുടെ സ്വർഗത്തില? തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറെയൊക്കെ തടഞ്ഞു നിർത്തുക, എന്നിട്ട് പിറകു വശത്തുകൂടി അങ്ങ് കയറിക്കോളൂ എന്ന് ആജ്ഞാപിക്കുക. അതൊക്കെ എടുത്ത് ആറ്റിലേക്ക് മേയർ എറിഞ്ഞില്ലേ? ഏതായാലും മേയർ പറയുന്നത് ഞാൻ ഇവിടെ കൊടുക്കാം. അതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ നേതാവ് എന്താ പറയുന്നത് എന്നൊന്ന് കേട്ടു നോക്കൂ. ഞങ്ങൾ മര്യാദയ്ക്ക് സമരം, സത്യാഗ്രഹ സമരമാണ്, പിക്കറ്റിംഗ് സമരമല്ല. സത്യാഗ്രഹ സമരത്തിൽ ഇവിടെ നിങ്ങളെല്ലാം കണ്ടതാണല്ലോ. ഇതുവഴി എന്തുമാത്രം ആളുകളാണ് കടന്നുപോയത്. ഏതെല്ലാം കൗൺസിലർമാർ ഇതുവഴി പോയി. ആരെങ്കിലും ഞങ്ങൾ ചേർത്തോ? അവർക്ക് പോകാൻ വഴിയൊരുക്കി കൊടുക്കുകയല്ലേ ചെയ്തത്. വന്നാൽ ഞങ്ങൾ അങ്ങനെ ചെയ്യുമായിരുന്നു. ഞങ്ങൾ ആരെയും തടഞ്ഞു വെക്കാൻ ശ്രമിച്ചല്ലോ. പക്ഷേ ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ, കൗൺസിലർമാരുടെ എണ്ണം കുറവായതുകൊണ്ട് അവരെ ചവിട്ടി മതിച്ച് കൊന്നുകളയാമെന്നാണ് ഭാവമെങ്കിൽ ഈ അകത്തിരിക്കുന്ന മേയർ, ആ മേയർ വിചാരിക്കുന്ന തരത്തിലല്ല ഞങ്ങള്. ആ മേയർ ഇതൊന്നും കണ്ടിട്ടില്ല. രാഷ്ട്രീയ പ്രവർത്തനം ചെയ്ത് വന്നവരല്ല അവരൊന്നും. അവരെല്ലാം RSS കളിച്ചുകൊണ്ട് നടന്നവരാണ്. അവര് വന്ന് ഇത്തരത്തിലുള്ള ക്രമക്കേട് കാണിച്ച് ഞങ്ങളെ ചവിട്ടി മതിക്കാമെന്നാണ് ഭാവമെങ്കിൽ അതിന്റെ വലിയ വലിയ തിരിച്ചടി ഇവർ നേരിടേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട. നിങ്ങൾ കേട്ടില്ലേ? മേയർ വിചാരിക്കുന്നത് പോലെയല്ല ഞങ്ങൾ അങ്ങ് മൂക്കിൽ കയറ്റുമെന്ന ഇടതുപക്ഷ നേതാവ് പറഞ്ഞത്. എന്തേ മൂക്കിൽ കയറ്റാൻ വന്നിട്ട് ഒരു ചുക്കും നടക്കാൻ സാധിക്കാഞ്ഞത്? തടയുമെന്ന് പറഞ്ഞു BJP നേതാവ്. BJP-യുടെ മേയർ, തിരുവനന്തപുരത്തിന്റെ മേയർ VV രാജേഷ് ഇടതുപക്ഷം തടയുമെന്ന് പറഞ്ഞ സമയത്ത് ഇടതുപക്ഷത്തെ എടുത്ത് ആറ്റിലേക്ക് അങ്ങെറിഞ്ഞ് അദ്ദേഹം ജനങ്ങൾ തിരഞ്ഞെടുത്ത കസേരയിലേക്ക് അങ്ങ് വന്ന് ഇരുന്നത് സകല മലയാളികളും കണ്ടില്ലേ? ഈ CPM എന്താ കരുതുന്നത്? ഇനിയും കയ്യൂക്ക് കാട്ടി ഇപ്പോഴും പറയും അങ്ങനെ ഇങ്ങനെ. മറ്റൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? RSS കളിച്ച് അങ്ങനെ കളിച്ചു ഇങ്ങനെ കളിച്ചു. ഇപ്പൊ UDF-നേക്കാൾ വലിയ RSS വിരോധവും BJP വിരോധവും പറഞ്ഞ് അടുത്ത തവണ ഈ പ്രാവശ്യം നഷ്ടപ്പെട്ട വോട്ട് പിടിക്കാനുള്ള ഒരു തന്ത്രപ്പാടിലാണ്. ആ രീതിയിലാണ് നമ്മൾ ആ ഒരു വാക്ക് പറയേണ്ടത്. അതും കൂടിയുണ്ട്. BJP-യെ ഞങ്ങളാണ് എതിർക്കുന്നത് എന്ന് വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് ഈ കുതന്ത്രവുമായിട്ട് ഇപ്പോ രംഗത്തെത്തിയത്. അല്ല, ഒരു ലളിതമായ ചോദ്യമുണ്ട്. RSS ഇപ്പൊ രാജ്യം ഭരിക്കുന്നു, ഇടതുപക്ഷം ഇപ്പൊ എന്തു ചെയ്യുന്നു? രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതല് ആ സമയത്ത് രാജ്യത്തെ പ്രതിപക്ഷമായിരുന്നു ഇടതുപക്ഷം. ആ ഇടതുപക്ഷം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? രാജ്യത്ത് എവിടെയെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇന്ന് ഇടതുപക്ഷത്തിന് ഭരണമുണ്ടോ? അവരാ RSS കളിക്കുന്നവർ. ഈ പറഞ്ഞതൊക്കെ തന്നെ UDF-ന് നിന്ന് കിട്ടിയ വോട്ട് തിരിച്ച് തങ്ങൾക്ക് കിട്ടാനാ. ഈ പൊളിറ്റിക്സിന്റെ ഒക്കെ കാലം അധികമൊന്നും മുന്നോട്ട് പോകില്ല. RSS അങ്ങനെ BJP അതൊന്നും അധിക കാലം മുന്നോട്ട് പോയില്ല. RSS എന്താണ്, BJP എന്താണ് എന്നൊക്കെ തലസ്ഥാന നഗരിയിലെ ജനങ്ങൾ ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അവിടെ BJP-യെ വിജയിപ്പിച്ചത്. പിന്നെ തിരുവനന്തപുരം നഗരസഭയിൽ കൃത്യമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി മേയറുടെ നേതൃത്വത്തിൽ സകല സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് കൊണ്ടുകൂടിയാണല്ലോ. ആ പേരൊന്ന് കളങ്കപ്പെടുത്താനാണല്ലോ ഒരു ആക്രമണമൊക്കെ ആയിട്ട് ഇടതുപക്ഷം രംഗത്തെത്തിയത്. അതുമായി ബന്ധപ്പെട്ട് മേയർ പറയുന്നത് എന്താണ് എന്നൊന്ന് കേട്ടുനോക്കൂ. നഗരസഭ ജനങ്ങളുടെ ഇടയിൽ വളരെ നല്ല പേരുണ്ടാക്കി പോവുകയാണ്. അപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ട് ആക്രമണം ഉണ്ടാക്കുക എന്നുള്ള, പിന്നെ വേറൊന്നും ഇതിന്റെ പ്രശ്നം, അടിസ്ഥാന പ്രശ്നമൊന്നുമല്ല. ഈ കുറെ നേതാക്കന്മാർ കുറെ കടകളൊക്കെ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ഈ പാളയത്ത് കിട്ടാപ്പേര് വാങ്ങിച്ചുകൊണ്ടിരുന്നൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പലർക്കുമാണ്. അതൊക്കെ നിന്നപ്പോഴേക്ക് പട്ടിണിയാവുന്ന ആശങ്കയിലാണ്. ഈ പാളയത്തെ ഗുണ്ടാപ്പിരിവ് നിർത്തിയത് ചില കോർപ്പറേഷന്റെ ബിൽഡിങ്ങുകൾ എടുത്തിട്ട് പാർട്ടി ഓഫീസ് നടത്തിയത് പൊളിച്ചത്, അതിനകത്തുനിന്ന് JR രാജു ഉൾപ്പെടെയുള്ളവർ മദ്യക്കുപ്പികൾ കണ്ടെടുത്തത്, കഴിഞ്ഞ ദിവസം പാറ്റൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ പോയിട്ട് അവിടെ നമ്മുടെ കുറവംകോണം പാർക്കിൽ നിന്ന് പാർട്ടി കൊടികളും മദ്യക്കുപ്പികളും കണ്ടെത്തത്, ചെമ്പഴന്തി ഉദയനും പാറ്റൂർ രാധാകൃഷ്ണൻ കൂടെ പോയിട്ട്, ഇതൊക്കെ വലിയ ആശങ്കയിലാക്കുന്നുണ്ട്. അതുകൊണ്ട് കൈവിട്ട കളി കളിക്കുകയാണ്, നടക്കില്ല. ഞങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത് തീരുമാനിച്ചു തന്നെയാണ്. ഞാൻ ഡൽഹിയിൽ വെച്ച് പറഞ്ഞ കാര്യമല്ലേ അത്? ഞാൻ ഡൽഹിയിൽ വെച്ച് കൃത്യമായിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയുന്നു. അല്ല, ഞാൻ ഡൽഹിയിൽ വെച്ച് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇതൊക്കെ അവിടുത്തെ ഒരു പാർട്ടി കോർപ്പറേഷൻ്റെ ഒരു ഓഫീസിനകത്ത്, എവിടെ ഇത് അംഗൻവാടി, കോർപ്പറേഷൻ്റെ ഒരു അംഗൻവാടിക്കകത്ത് കെട്ടിയിരിക്കുന്നത് ഇതാ
കോർപ്പറേഷൻ്റെ ഒരു അംഗൻവാടി കെട്ടാൻ ചെമ്പഴി ചെയ്താലും പാറ്റൂർ രാധാകൃഷ്ണൻ ഇവിടെ പോയിട്ട് കഴിഞ്ഞ ദിവസം കണ്ടെടുത്താണ് കുറവംകോണത്ത്. ആ പരുക്ക് പറ്റിയിട്ടുണ്ട്. ആ അല്ല പോലീസ് സ്വാഭാവികമായിട്ട് എന്തേ എല്ലാ കാര്യങ്ങളും പോലീസാണ്. ഞാൻ വന്ന എൻ്റെ ഓഫീസിൽ കയറി എന്നെ അവർ തടഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ഓഫീസിൽ കയറുമ്പോഴേക്കും കസേരടുത്ത് മുമ്പിട്ട് എന്നെ തടഞ്ഞ് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൗൺസിലേഴ്സ് പുരുഷന്മാർ അവിടെ വന്നിട്ട് ഞാൻ അവർ കീഴടങ്ങി തിരിച്ചു പോകണോ? തീർച്ചയായിട്ടും അതിലെ അവിടെ തടഞ്ഞു നിർത്തി ചെയ്ത് എന്തേ അല്ല പോലീസ് തീർച്ചയായിട്ടും പരിക്കേറ്റ കുട്ടികളുണ്ടല്ലോ, അത് നടക്കില്ല. ഞാൻ അതെനിക്ക് നോക്കിക്കൊണ്ടിരിക്കുക, ഓരോരുത്തരും പരിശോധിച്ചുകൊണ്ടിരിക്കുക. കുറച്ചൊരു അങ്ങോട്ടകത്തോട്ട് പോയിട്ടുണ്ട്, കുറച്ചൊരു ഫ്രഷ് ആകാൻ പോയിരിക്കുക. പരിക്ക് എവിടെയൊക്കെ നോക്കണ്ടേ? അല്ല അവരെല്ലാവരും ഹോസ്പിറ്റലൈസ് ചെയ്യണം. എല്ലാ പരിക്കും അങ്ങനെ പറ്റില്ല. ഈ സംഘർഷം മനഃപൂർവ്വം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ കേട്ടില്ലേ? ഇടതുപക്ഷത്തിനുള്ള അടുത്ത പണിയാണ് മേയറുടെ വക ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് അതിന്റെ നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഈ അടുത്ത് നമ്മൾ കണ്ടതാണ്, ഇഡിയുടെ മേലോട്ടായിരുന്നു, ഇഡിക്കെതിരെയായിരുന്നു ഗുണ്ടാപ്പണി എടുത്തിരുന്നത് ഇടതുപക്ഷം. 300 പേർക്ക് കേസെടുത്ത് 300 കുടുംബങ്ങളെയാണ് ഗതികെട്ട അവസ്ഥയിലേക്ക് CPM എത്തിച്ചിട്ടുള്ളത്. CPMന്റെ അണികൾക്ക് തന്നെയാണ് ആ പണി കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്തത് മേയറുടെ വകയാണ് വരാൻ പോകുന്നത്. മേയറെ ആക്രമിച്ച, ഡെപ്യൂട്ടി മേയറെ ആക്രമിച്ച, വനിതാ നേതാവിനെ ആക്രമിച്ച കേസാണ് ഇനി വരാൻ പോകുന്നത്. ഓരോ മലയാളിയും തിരിച്ചറിയും ഇവിടെ ഇടതുപക്ഷത്തിന്റെ അണികൾക്ക് കൊടുക്കുന്ന സൗകര്യങ്ങളാ. ഒന്ന് കഴിയുമ്പോ കേസ് ഇങ്ങനെ കൊടുക്കുക. കാരണം എന്താ? കൃത്യമായിട്ട് മേയർ തന്നെ പറഞ്ഞിട്ടില്ലേ, പാളയം മാർക്കറ്റില് അവിടെയുള്ള കൊള്ള തുറന്നു കാണിച്ചോ, അംഗനവാടി പോലും പാർട്ടി ഓഫീസാക്കുക. ഈ ഭരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളില് ഭരിച്ചും മുടിച്ചു കൊള്ള നടത്തി മുന്നോട്ട് പോയ ആളുകൾക്ക് പണം കിട്ടുന്നില്ല. ഇപ്പോ അവരുടെ ഗുണ്ടാപ്പിരിവ് ഇപ്പോ കിട്ടുന്നില്ല. അത് കിട്ടാഞ്ഞിട്ട് ഉറഞ്ഞു തുള്ളി രംഗത്തെത്തിയ അതിന് കുറെ സാധാരണ പാവം അണികളെയും കൂട്ടുപിടിച്ചു എന്നുള്ളതാ യാഥാർത്ഥ്യോ എന്ന് അണികൾക്കിപ്പോ കേസ് വരാൻ പോവാ. അണികൾക്ക് മാത്രമല്ല, നേതാക്കന്മാർക്കോ. മേയറെയും ഡെപ്യൂട്ടി മേയറെയൊക്കെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടാണ് ഇനി ഇടതുപക്ഷത്തിന് വരാനിരിക്കുന്ന മറ്റൊരു പണി എന്ന് പറയുന്നത്. ഏതായാലും ഇടതുപക്ഷത്തിന്റെ ഒരു അങ്ങേറ്റത്തെ ഗതികേടാണ് ഏതായാലും മലയാളികൾ ഒന്നടങ്കം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മേയറെ ഇതുപോലെ ആക്രമിക്കുന്നത്, മേയറെ ഇതുപോലെ ലക്ഷ്യം വെക്കുന്നത്? ഒരൊറ്റ കാരണം, മേയർക്ക് കേരള ജനതയുടെ കയ്യടി ലഭിക്കുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ രീതിയിൽ ജനങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നു, അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നു, ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവരുന്നു, ഒരുപാട് സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്നു. ഈ പേരൊന്ന് കളങ്കപ്പെടുത്താൻ ഒരു ആക്രമണവുമായിട്ട് രംഗത്തിറങ്ങി നോക്കി, അതും 8 നിലയിൽ പൊട്ടി. മറ്റൊന്ന് മേയർ എടുത്തു പറഞ്ഞിട്ടുണ്ട്, സുഗതനുമായി ബന്ധപ്പെട്ട് ആ വിഷയം വളരെ ലളിതമല്ല. കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ചത് CPM, കോർപ്പറേഷൻ ഭരിച്ചത് CPM, പോലീസിനെ നിയന്ത്രിച്ചത് CPM, ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിച്ചത് CPM, സകല സംവിധാനങ്ങളും നിയന്ത്രിച്ചത് CPM. ഈ CPMന് സുഗതനോട് ദേഷ്യമുണ്ടാവില്ലേ? CPMനെ പൊട്ടിച്ചൊരു കൗൺസിലറോട് ദേഷ്യമുണ്ടാവില്ലേ? സ്വാഭാവികമായിട്ടും CPM ഏത് രീതിയിലാണ് നേരിടുക എന്നുള്ളതും സകല മലയാളികൾക്കും അറിയാം. അപ്പൊ നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പോലീസ് കാപ്പ ചുമത്തുകയോ അതോ ഇതോ ചെയ്യുകയൊക്കെ ആണെങ്കിൽ അവരെ അങ്ങ് കൈവിടില്ല BJP എന്നുള്ളതും കൃത്യമായിട്ട് മേയർ അങ്ങ് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കേരള ജനതയ്ക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമാണ്. BJPക്കൊപ്പം നിന്ന് CPMനൊക്കെ എതിരെ വാദിക്കുന്ന ആളുകൾക്ക് എന്തു സംഭവിച്ചാലും BJP ഒപ്പം ഉണ്ടാവും എന്നുള്ളൊരു കൃത്യമായ സന്ദേശവും ഇതൊക്കെ ഇങ്ങനെ കൊടുക്കാനുള്ള ഒരു അവസരം CPM തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോ എന്ത് സംഭവിച്ചു? മേയറെ അങ്ങ് തടഞ്ഞ് വലിയ രീതിയിൽ മേയറെ കളങ്കപ്പെടുത്താൻ ഒരു ശ്രമം നടത്തിയതാ. ഇത് നേരെ തിരിച്ച് CPMന്റെ മണ്ടക്ക് തന്നെ കിട്ടിയിരിക്കും. എന്തിന്റെ ആവശ്യ CPMന്? വീണ്ടും മേയർക്ക് കേരളം ഒന്നടങ്കം കൈയടിച്ചോണ്ടിരിക്കുക. മേയർ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നത് കൊണ്ട് ഇടതുപക്ഷം CPM അത് കുളവാക്കാൻ നടക്കുന്നു എന്നുള്ളത് സകല മലയാളികളും തിരിച്ചറിയുക.